ഹലോ. സോ ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ പേർപ്പസ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് മണി പോലെയാണ്. വേറെ ഒന്നും കുറിച്ചല്ല, എന്റെ കർത്താവിനെ പറ്റി തന്നെയാണ്. സോ ദിസ് ഈസ് ലൈക്ക് 5 to 6 years ബാക്ക്. അപ്പൊ ഞാൻ 12th-ലാണ്. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഞാനിപ്പോൾ ലേറ്റ്ലി എന്റെ ലൈഫിനെ കുറിച്ച് തന്നെ ഞാൻ ഇങ്ങനെ അയക്കുന്നില്ല. ദൈവം എന്തായിരിക്കും എന്റെ ഭാവി. കാരണം ഞാൻ കുറേ ബാഡ് ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ചില സ്ഥലത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടടുത്ത് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നില്ല. അപ്പൊ ഐ വാസ് ലൈക്ക് തിങ്കിങ് ലൈക്ക് ഇപ്പൊ ഡിഡ് ഐ മെസ് അപ്പ് ഓർ സംതിങ്. അങ്ങനെ ഇരിക്കുകയാണ് ഈ തോട്ട് എനിക്ക് വന്നത്. ലൈക്ക് ദിസ് തിങ് ദാറ്റ് ഹാപ്പൻ ടു മീ, ദാറ്റ് റിയലി ഹാപ്പൻ ടു മീ. 12th-ല് ഞാനൊരു ബയോമാക്സ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ബയോളജി. ട്രസ്റ്റ് മീ, എനിക്ക് അത് എത്ര പഠിച്ചാലും എനിക്ക് തലയിൽ കയറില്ല. പഠിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മിഡ് ടേം ആയിക്കോട്ടെ, ചെറിയ ക്ലാസ് ടെസ്റ്റ് ആയിക്കോട്ടെ, മെയിൻ എക്സാംസ്, എല്ലാത്തിനും either ഞാനൊരു ബോർഡർ ലൈൻ മാർക്ക് മേടിക്കും അല്ലെങ്കിൽ ഫെയിൽ ആവും. അങ്ങനെയായിരുന്നു. കാരണം എത്ര ചെയ്തിട്ട് എനിക്കത് പറ്റണ്ടായിരുന്നില്ല ആ ഒരു സബ്ജക്ട്. അപ്പൊ ഇതെന്റെ ഫ്രണ്ട്സിന് അറിയാം, എന്റെ ടീച്ചറിന് അറിയാം ഈ ബുദ്ധിമുട്ട്. അവരൊക്കെ സപ്പോർട്ടീവ് ആയിരുന്നു, ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടായിരുന്നില്ല ആ സബ്ജക്ട്. എന്റെ അമ്മയോട് ഞാൻ പറഞ്ഞു. കാരണം അമ്മയും ഇത് കണ്ടിന്യൂസ്ലി ഇത് കണ്ടുവരുന്നുണ്ട്. ബാക്കി എല്ലാത്തിനും മാർക്ക് ഉണ്ടെങ്കിൽ ബയോളജിക്ക് മാത്രം എനിക്ക് മാർക്ക് കയറുന്നില്ല. അവസാനം എന്താണ്, ഇപ്പൊ 12th ഞാൻ CBSE ആയിരുന്നു. ഇപ്പൊ ബോർഡ്സ് എടുക്കുന്ന സമയം അമ്മ എനിക്ക് വേണ്ടി എന്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് തന്നെയാണെന്ന് തോന്നുന്നു പള്ളിയിൽ എന്റെ ബയോളജിയുടെ ഒരു ടെക്സ്റ്റിൽ നോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് പള്ളിയിൽ കൊണ്ടുപോയി അച്ഛന്റെ അടുത്ത് ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ അച്ഛൻ ചെയ്ത് മാജിക്കോ അല്ലെങ്കിൽ ആ ഒരു വെഞ്ചരിച്ചതിന്റെ ആ വെള്ളത്തിന്റെ ഇതൊന്നും അല്ല, ദൈവത്തിന്റെ ഇടപെടലാണ് ഞാൻ അതിൽ പറയുന്നത്. അപ്പൊ അമ്മ ഇങ്ങനെ അത് വെഞ്ചരിച്ചൊക്കെ എന്റെ നോട്ട്ബുക്കൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പൊ നമുക്ക് ഈ സ്കൂളിലൊക്കെ മെയിൻ എക്സാമിന് മുമ്പായിട്ട് സ്കൂൾ നടത്തൂല്ലോ മോഡൽ എക്സാംസ്. ലൈക്ക് ഏകദേശം ആ CBSE-യുടെ അതേ രീതിയിൽ തന്നെ നടത്തുമായിരുന്നു. അതിന് പാസ് മാർക്ക് സയൻസ് സബ്ജക്ട്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിനൊക്കെ പാസ് മാർക്ക് 35 ആയിരുന്നു. എനിക്ക് കിട്ടിയത് 37. ജസ്റ്റ് പാസ്, പറഞ്ഞ പോലെ തന്നെ. അപ്പൊ തന്നെ എന്താണ്, അതോടെ എന്റെ ഹോപ്പൊക്കെ തീർന്നു. എന്താണ് കാരണം ഈ മോഡൽ എക്സാം നടക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി മിഡ് വീക്ക് ആ ടൈമിലൊക്കെ. മാർച്ചിലാണ് ബോർഡ്സ്. ടൈം ടേബിൾ ഒക്കെ വന്നു, ഒക്കെ സെറ്റാണ്. എന്റെ ഈ മോഡൽസിന്റെ മാർക്ക് കണ്ടപ്പോ തന്നെ എന്റെ ഉള്ളിൽ എന്താ ചത്ത പോലെ ആയിരുന്നു. തീരുമാനിച്ചു ഞാൻ ഇനി ബയോളജിയുടെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ ഇരിക്കുകയാണ്. എന്റെ എന്താണ് ആ ടൈമിലൊക്കെ ഞാൻ കമ്പൈൻ സ്റ്റഡിക്കൊക്കെ എന്റെ ഫ്രണ്ട് അമലിന്റെ വീട്ടിലൊക്കെ ഞാൻ പോവായിരുന്നു. അപ്പൊ അവളൊക്കെ നല്ല രീതിയിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോ എനിക്ക് എന്ത് ചെയ്തിട്ടും ഞാൻ ചിലപ്പോൾ ഇത്രയും ഒരു പാരഗ്രാഫ് തന്നെയായിരിക്കും ഞാൻ വായിച്ചിട്ടുണ്ടാവാം. അത് ഞാൻ പിന്നെയും വായിക്കുന്നു, പിന്നെയും വായിച്ചിട്ട് എനിക്ക് തലയിൽ കയറുന്നില്ല. കാരണം ഓൺ ഗോയിങ് എനിക്ക് ആ സബ്ജക്റ്റിനോടും വെറുപ്പായി തുടങ്ങി. കാരണം എനിക്ക് എത്ര പഠിച്ചിട്ടും കിട്ടുന്നില്ല, ഫോക്കസ് ആവാൻ പറ്റുന്നില്ല. ഒരു അമർഷം പോലെയായിരുന്നു എനിക്ക് ആ സബ്ജക്റ്റ് ആയിട്ട്. അവളുടെ അമ്മയുടെ മുമ്പിലൊക്കെ ഇരുന്ന്, അവളുടെ അമ്മ ഒരു ടീച്ചർ പോലെയായിരുന്നു. അപ്പൊ അവരുടെ മുമ്പിൽ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റാഞ്ഞിട്ടാണ്, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടില്ല, എനിക്ക് പറ്റാഞ്ഞിട്ടാണെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ബോർഡ്സ് എത്തി. ഇപ്പൊ ബയോളജി എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് എക്സാം എങ്ങനെയായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഫിസിക്സ് ഓർ കെമിസ്ട്രി. എന്തായാലും എക്സാം കഴിഞ്ഞ് വന്ന് അപ്പൊ തന്നെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി. ഞാൻ സമയം വേസ്റ്റ് ചെയ്തില്ല. കാരണം പറ്റാത്തൊരു സബ്ജക്റ്റ് ആണല്ലോ. 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ബയോളജിക്ക്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പാസ്സാവുന്ന രീതിയിലേ ആഗ്രഹം. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. ബിക്കോസ് എന്റെ ആ ടൈമിൽ ബയോമാക്സ് എന്ന് പറയുന്ന ഒരു ക്രീം ലെവൽ സ്ട്രീം ആയിരുന്നു സബ്ജക്റ്റ്. അപ്പൊ എന്റെ ക്ലാസ്സിൽ മൊത്തം ബുദ്ധിജീവികളൊക്കെയാണ്. അവർക്കൊക്കെ കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് ചിലപ്പോ 1, 2, മാക്സിമം 5 മാർക്കിന്റെ ഒക്കെ അവർക്ക് പോവുള്ളൂ. എനിക്ക് അങ്ങനെയില്ല. അപ്പോ അവരുടെയൊക്കെ 1, 2 പ്രാവശ്യം റിവിഷൻ കഴിയാ, ഈ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കില്ലേ, അതൊക്കെ ഉണ്ടാക്കി വെക്കുക, അതൊക്കെ റിവൈസ് ചെയ്യുക, ആ ലെവൽ പഠിത്തമാണ്. ഇവിടെ ഞാൻ കഷ്ടപ്പെടാണ് കേട്ടോ. അപ്പോ അങ്ങനെ ബോർഡ്സിന്റെ ഈ സമയത്ത് ഞാനിങ്ങനെ തലേന്ന് തന്നെ ഈ കെമിസ്ട്രി എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഞാനിങ്ങനെ ഫസ്റ്റ് ഏതോ ചാപ്റ്റർ ഇങ്ങനെ എടുത്ത് ഫസ്റ്റ് പേജ് ഇങ്ങനെ വായിക്കുന്നു. ആ പേജ് എനിക്ക് താണ്ടാൻ പറ്റുന്നില്ല, എത്ര ചെയ്തിട്ട് എനിക്ക് താണ്ടാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ ബുക്ക് അടച്ചു വെച്ചു. അന്നത്തെ ദിവസം ഞാൻ പഠിച്ചില്ല. പിന്നെ ഇങ്ങനത്തെ മെയിൻ എക്സാമിന്റെ സമയത്ത് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് രാവിലെ നേരത്തെ എനിക്കും 5 മണിക്ക് എണീറ്റ് എന്നിട്ട് മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് പഠിക്കാം എന്ന രീതിയിൽ ഞാനിങ്ങനെ എണീറ്റു. ആ സമയത്ത് എന്റെ അമ്മ ഇട്ടിട്ടോ ഇവിടെ. അമ്മയ്ക്ക് അപ്പൊ ഈവനിങ് ഡ്യൂട്ടി എങ്ങാണ്ട്. അപ്പൊ മോർണിംഗ് അമ്മ ഇവിടെ ഉണ്ടാവും. ഞാനിങ്ങനെ ബുക്ക് തുറന്നു വെച്ചിട്ട് പഠിക്കാൻ നോക്കിയിട്ട് തലേന്ന് ഞാൻ അടച്ച ആ പേജ് ഞാൻ തുറന്നു വെച്ചിട്ട് ഞാൻ പഠിക്കാൻ നോക്കുന്നു. ഇത്ര ചെയ്തിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല. ആ ടൈമില് ശരിക്കും ഒരു ബ്രേക്ക് ഡൗൺ പോലെയായിരുന്നു.
എനിക്ക് ആ സബ്ജക്റ്റിനോട് ദേഷ്യവും, എന്നോട് ദേഷ്യവും, ഭയങ്കര വെറുപ്പും. ഇതെന്താ ഞാൻ ശരിക്കും തലേക്കല്ലേ ഒരു മണ്ടി പോലെയാണോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ കരയാൻ തുടങ്ങി. കരഞ്ഞിട്ട് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത്, ഞാൻ ഇങ്ങനെ ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് എന്റെ അമ്മയുടെ അടുത്തിട്ട് പോയിട്ട് പറഞ്ഞു എനിക്ക് പറ്റുള്ളതെന്ന് ഞാൻ കരഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പൊ അമ്മ ഞാനും മാത്രം വീട്ടിലുണ്ടായിരുന്നു. ചേച്ചി ഡാഡിയും ഒക്കെ ജോലിക്ക് പോയി. അപ്പൊ അമ്മ എന്നെ നോക്കിയിട്ട് ശരിക്കും ഇവിടെയാണ് ശരിക്കും ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ എന്ന് പറയുന്ന പോലെയാണ്. അല്ല, ഞാനിത് എനിക്ക് കൂടുതൽ ഇങ്ങനെ പറഞ്ഞു ഇതാക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും ദൈവത്തിന്റെ ഇടപെടൽ എനിക്കൊന്ന് പറയണമെന്നുണ്ട്. അമ്മ എനിക്കൊരു 5 മിനിറ്റ്സിന്റെ ക്ലാസ് പറഞ്ഞത്. അമ്മ എടുത്ത് പറഞ്ഞത്, ഇത് ഞാൻ ഈ ബുക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒക്കെ ഞാൻ കൊണ്ടുവന്നതാണ്. നീ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. നിന്നെ രക്ഷിക്കാൻ പോകുന്ന നിന്റെ ദൈവമാണ്. നിനക്ക് പറ്റാവുന്ന നീ പഠിക്കും, പറ്റാവുന്ന മാത്രം പഠിക്കും, ബാക്കി ദൈവത്തിന് വിട്ടു കൊടുക്കും. തോൽക്കണം, നമുക്ക് അപ്പം നോക്കാം. കമ്പാർട്ട്മെന്റ് കിട്ടാണോ, എന്നാൽ ശരി, നമുക്ക് എന്താണ് ആ പേപ്പർ നമുക്ക് എങ്ങനെയും എഴുതിയെടുക്കാം എന്ന രീതിയിൽ അമ്മ അത്രയും പറഞ്ഞോളൂ. പക്ഷെ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത് ഞാനിത് അവിടെ പോയി പള്ളി ഞാൻ വെച്ച് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ഞാൻ കൊണ്ടുവന്നാണ് ഈ ധൈര്യമായിട്ട് പോകുന്നത്. 5 മിനിറ്റിന്റെ ഒരു ക്ലാസ് മാത്രം എനിക്ക് എടുത്ത എനിക്ക് ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് സോറി മെസ്സേജ് അത് കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ, ഒരു കറേജ് ആയിരുന്നു. അപ്പൊ ഞാൻ ഇത് ശരിക്കും കേൾക്കുമ്പോൾ സില്ലി ആയിട്ട് തോന്നും. പക്ഷെ ട്രസ്റ്റ് മീ, ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞിട്ട് എന്റെ ഉള്ളിലേക്ക് ശരിക്കും പരിശുദ്ധാത്മാവ് കടന്നു വന്ന പോലെ തന്നെയായിരുന്നു. നോട്ട് ജോക്കിംഗ്, ഐ റിയലി നോട്ട് ജോക്കിംഗ്. അവിടെ ആ ടൈമില് ഞാൻ എന്റെ കരയുന്നൊക്കെ നിർത്തി, ഞാൻ മുഖമൊക്കെ തുടച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ തുടങ്ങി. റിയലി 2 ദിവസം എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ 2 ദിവസത്തില് ഞാൻ ഒരു ടെൻഷനും കൂടാണ്ട്, സാധാരണ ഈ ടെൻഷനോ ഓവർ തിങ്കിങ്ങിനൊക്കെ ഒരു അംബാസിഡർ വേണമെങ്കിൽ എന്നെ ചിലപ്പോൾ അതിനാക്കാൻ പറ്റും. കാരണം ഞാൻ അത്രയും സ്ട്രെസ്ഡ് ആവാൻ, പെട്ടെന്ന് ടെൻസ്ഡ് ആവുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ ആ ഒരു 2 ദിവസം ഞാൻ ഒട്ടും ടെൻസ്ഡ് അല്ലായിരുന്നു. ഞാൻ എന്റെ നോട്ടും എന്റെ ടെക്സ്റ്റും കംപ്ലീറ്റ് എനിക്ക് ഗോ ത്രൂ ചെയ്യാൻ പറ്റി, പഠിക്കാൻ പറ്റി. എനിക്ക് ഒരു തരത്തിലുള്ള, സാധാരണ ഈ ഒരു ടെക്സ്റ്റ് നോട്ട് ബയോളജിന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭാരം പോലെയാണ് നെഞ്ചത്തെടുത്ത് വെക്കുന്ന പോലെ. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാവരും പഠിച്ചു, ഒരു ടെൻഷനും കൂടാണ്ട് തന്നെയായിരുന്നു ഞാൻ പഠിച്ചു 2 ദിവസം. ആ ടൈമിലൊക്കെ നമുക്ക് ഗൈഡൊക്കെ ഉണ്ടായിരുന്നു, ചേട്ടന്റെ ഒക്കെ ആയിട്ട് ഗൈഡൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു. ആ ഗൈഡും ഒരു അവസാനമൊക്കെ ആയപ്പോ എനിക്ക് ഇച്ചിരിയൊക്കെ നോക്കാൻ പറ്റി. ഞാൻ ബയോളജി ഞാൻ ആ ടൈമിൽ സത്യമായിട്ട് ആ 2 ദിവസം ഞാൻ ശരിക്കും സ്ട്രെസ് ഫ്രീ ആയിരുന്നു. നല്ല രീതിക്ക് ഇരുന്ന് പഠിച്ചു, കറക്റ്റ് ടൈമിന് ഉറങ്ങി, എനിറ്റു അങ്ങനെ റിവിഷൻ പോലെ തന്നെ. എക്സാമിന്റെ ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ എന്റെ ഗൈഡ് ഇങ്ങനെ നോക്കി ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ ക്ലാസ്സിലെത്തി. എന്റെ ഫ്രണ്ട് അമ്മല്ലേ, ഞാൻ പറഞ്ഞു നേരത്തെ, പുള്ളിക്കാരി എന്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നിന്നെ ബയോളജിയുടെ ടെക്സ്റ്റ് പിടിച്ചുകൊണ്ട് നിന്റെ മുഖത്ത് ടെൻഷൻ ഇല്ലാണ്ട് ഞാൻ കാണുന്നതെന്ന്. ബിക്കോസ് അവള് കണ്ടിട്ടുണ്ട് ഞാൻ ബയോളജിന്ന് കേൾക്കുമ്പോൾ എന്തോരം ടെൻസ്ഡ് ആവും. ഞങ്ങള് ടീച്ചറൊക്കെ ആയിട്ട് റിവിഷൻ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ കമ്പൈൻ സ്റ്റഡീസ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ആൻസർ പറയാൻ പറ്റാത്തതും എനിക്ക് പഠിക്കാൻ പറ്റാത്ത അവരുടെ മുമ്പിലൊക്കെ കരഞ്ഞതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ആ ആഷ്ലി അല്ല അവളിപ്പോ കാണുന്നത്. ഭയങ്കര ഒരു സമാധാനം, ഒരു വല്ലാത്തൊരു പീസ് എനിക്ക് നിന്റെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ടൈം ഐ എം സീയിങ് യു ടെൻഷൻലെസ്. അപ്പൊ എനിക്കത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നോ ട്രസ്റ്റ് മീ, കാരണം അവർക്കറിയാം, അവർക്ക് നന്നായി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം അവരൊക്കെ കണ്ടിട്ടുള്ളത് എന്റെ മാർക്ക് കുറയുമ്പോഴുള്ളതും ഞാൻ അവരുടെ മുമ്പിൽ വെച്ചിട്ട് പൊട്ടി കരഞ്ഞതൊക്കെ. എന്നിട്ട് എക്സാമിന്റെ സമയത്താണെങ്കിലും ഞാൻ കൂളായിട്ട് എഴുതി. എനിക്കൊരു ടെൻഷനോ, സാധാരണ പേപ്പറൊക്കെ കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിഷ്യൽ ആ ഒരു ടൈമിൽ ഞാൻ ബ്ലാങ്ക് ആവാറാണ് ചെയ്തത്. അതൊന്നുമില്ല, പേപ്പർ കിട്ടി, ഞാൻ എഴുതാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എക്സാം മര്യാദയ്ക്ക് തന്നെ എഴുതി. എന്തൊക്കെയാണ് അത് പേപ്പറും സബ്മിറ്റ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോന്നു. റിസൾട്ടിന്റെ ടൈമായി. റിസൾട്ടിന്റെ സമയത്ത് ശരിക്കും സ്കൂൾ അനൗൺസ്മെന്റ് അല്ല, ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊരു കുട്ടി ഇടാ ചെയ്ത് റിസൾട്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി. ദോ ഐ ഡിഡ് ദി എക്സാം വെൽ, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ ഒരു ടൈം കഴിഞ്ഞിട്ടായിരുന്നു, എനിക്ക് തോന്നുന്നു ഏപ്രിൽ ആ ടൈമൊക്കെ ആയപ്പോഴാണ്, ഏപ്രിലാണെന്ന് തോന്നുന്നു റിസൾട്ട് വന്നത്. ഇങ്ങനെ റിസൾട്ട് വന്നു കേട്ടപ്പോ തന്നെ ഞാൻ ആകെ ടെൻഷനായി. എന്റെ അമ്മ പറയുന്നത് ഓർക്കുന്നുണ്ട്, എന്താണ് ഞാൻ ഫെയിലായ പോലെ ആയിരുന്നു. ബിക്കോസ് എന്റെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരുന്ന അപ്പോഴുണ്ട് ബയോളജിക്ക് എത്രയാന്നും പറഞ്ഞോണ്ടാ. ഞാൻ ചെന്ന് ഞാൻ എടുത്ത വഴി ഇങ്ങനെ സൈറ്റ് ഇങ്ങനെ ലോഗിൻ ആവാനായിട്ട് നോക്കും. ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. എന്റെ സൈറ്റ് ലോഗിനായി, എന്റെ ഇത് വന്നു, സൈറ്റ് ലോഗിനായി, എന്റെ പേരും എന്റെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്തു. അത് വരാൻ വേണ്ടിയുള്ള വെയിറ്റ് ഇല്ല. ഇന്നും പറയുമ്പോഴേ എനിക്കിത്
ബയോളജിയുടെ ഞാൻ ഫസ്റ്റ് നോക്കിയത്. കെൻ യു ഗെസ്? അതുവരെ മോഡൽസ് വരെ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നത് ജസ്റ്റ് പാസിംഗ് അല്ലെങ്കിൽ ഫെയിൽ. അതായിരുന്നു എന്റെ കാറ്റഗറി. 11th തൊട്ട് 12th ആ ഒരു ബോർഡ്സിന് മുമ്പുള്ള എക്സാം വരെ എന്റെ ബയോളജിയുടെ മാർക്ക്. ഈ ബോർഡ്സിന് ഹയസ്റ്റ് സ്കോർ എനിക്ക് ബയോളജിക്കാണ് 94. ഇറ്റ് വാസ് ലൈക്ക് പ്രേസ് ദ ലോർഡ് മൊമെന്റ് ആയിരുന്നു. ശരിക്കും ഞാൻ ഇരുന്ന് കരഞ്ഞ്, ഞാനത് കണ്ട് സന്തോഷം കണ്ടു, ആനന്ദാശ്രമാണ് കരഞ്ഞ്. അതിന് അമ്മേനെ വിളിച്ചിട്ട് ഞാൻ കളിച്ചിട്ട് അമ്മ കണ്ടടിക്കും ബയോളജിക്ക് 94. amongst all the subject that was the highest score. ഏറ്റവും എന്നെ താഴ്ത്തിയിട്ടൊരു സബ്ജക്റ്റിലാണ് ദൈവം ഉയർത്തിക്കൊണ്ട് വന്നത്. ലൈക്ക് അതാണ് നമ്മള് തളർന്നു പോയി എന്ന് വിചാരിക്കുമ്പോ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. തളർന്നു പോയി എന്ന് വിചാരിക്കുമ്പോ ഇഫ് വി ഡിപ്പെൻഡ് ഓൺ ഹിം, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ഹിം, വിശ്വസിക്കുക. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, പക്ഷെ ആളെ വിശ്വസിച്ച് മുന്നോട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്താൽ, ട്രസ്റ്റ് മീ, he can rewrite it. He can rewrite our story. ഇത് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് എനിക്ക് ഇപ്പൊ ഇതായത്. അതുകൊണ്ട് എനിക്കിത് കൂടുതൽ ഇതായിട്ട് പറയുന്നതല്ല. ഞാൻ എന്റെ ലൈഫിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കുമ്പോൾ, ഇന്നും ഞാൻ അത് ആലോചിക്കുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സന്തോഷമാണ്. ശരിക്കും ദൈവം ഇടപെട്ട്. ബിക്കോസ് ആ ടൈമില്, ആ ഒരു ഏജിൽ ഏറ്റവും വലിയൊരു ടെൻഷനാണല്ലോ നമുക്ക് അങ്ങനെ പഠിക്കുക, നല്ല രീതിക്ക് സ്കോർ ചെയ്യുക. ബിക്കോസ് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള ഹയർ സ്റ്റഡീസിന്റെ കാര്യത്തിലൊക്കെ അതായിരിക്കും ടെൻഷൻ. എന്റെ ഏറ്റവും വലിയ ടെൻഷൻ അത് തലവേദന എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. അപ്പൊ എന്റെ ദൈവത്തിന്റെ ഒരു ഇടപെടലാണ് അത്. എനിക്കത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം തോന്നി. ലൈക്ക് ഇപ്പൊ ഇത് കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കിപ്പോ ലൈഫില് ലൈക്ക് വി മെസ്ഡ് അപ്പ് റിയലി ബാഡ്, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാനാന്ന് പറഞ്ഞിരിക്കുമ്പോ, ഇതൊരു ചെറിയ എക്സാമ്പിൾ ആണ്. പക്ഷെ ഇതില് ദൈവത്തിന് ഇത്രയും ചെയ്യാമെങ്കിൽ ഇമാജിൻ നമ്മുടെ ലൈഫിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ വരുമ്പോ എന്തായിരിക്കും. അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.